ഹലോ, അപ്പോൾ നമുക്കിവിടെ ഇതാ നല്ല മുന്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ജ്യൂസ് എടുക്കുന്ന മുന്തിരിയാണ്. ഇതാ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ കേട്ടോ. നല്ല ഭംഗിയുള്ള മുന്തിരി കേട്ടോ. കേകിയിട്ടില്ല, അതുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള മുന്തിരി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടൊരു ജ്യൂസ് അടിക്കല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് കേക്ക് വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് സമയം ഇതൊരു വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. നല്ലപോലെ കേക്ക് എടുക്കണം. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ഭംഗിയുള്ള മുന്തിരി കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗി കേട്ടോ. ഭയങ്കര ഇഷ്ടമായി എനിക്കിത്. ഇതിൻ്റെ ഓരോന്നും അടർത്തിയെടുക്കൂല, അങ്ങനെ എടുക്കാൻ തോന്നുന്നേ ഇല്ല. അത്രക്കും ഭംഗി കാണാൻ കേട്ടോ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോയില്ലേ. അപ്പോൾ അതല്ലാതെ ഞാൻ അതിൻ്റെ കൊമ്പലല്ല ഇങ്ങനെ ഇങ്ങനെ അടർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അടർത്തിയെടുത്ത് ഫുൾ അടർത്തിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇതാ നല്ലപോലെ കേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം കേക്കിട്ടും ഇതിൻ്റെ മുകളിലുള്ള ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് അത്രയ്ക്കേ പോവുള്ളൂ. ഇനി നമ്മൾ അടുപ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടോ. നമ്മളത് വെള്ളം ചൂടാകാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടാകൊന്നും വേണ്ട, ഒന്ന് ഇങ്ങോട്ട് തിളക്കണ്ട, ഒന്നും ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം നല്ലപോലെ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ചൂടായി വരുമ്പോൾ നമ്മളിതാ ഇവിടെ കേക്ക് മാറ്റി വെച്ച് ഈ മുന്തിരി ഇല്ലേ, അതെടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. വെള്ളത്തിലിട്ട് അധികം സമയം നിൽക്കണ്ട. അപ്പോഴേക്കും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ മുന്തിരി ഒരു ഓട്ടപ്പാത്രത്തിലേക്ക് കൊടുക്കാം. മുന്തിരിയൊക്കെ നല്ലപ്പോൾ ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്, ചൂട് തട്ടിയിട്ട് നല്ല ബോൾ പോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കട്ടോ. അപ്പോൾ അത് മുന്തിരി നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഇതിലേക്ക് ഈ പഞ്ചസാരയും ഐസ് ക്യൂബും കുറച്ച് വെള്ളവും കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കാം. മുന്തിരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഈ പഞ്ചസാര ഫുള്ളായിട്ട് ചേർത്തെടുക്കുക. മുന്തിരി ചെറിയ പുളി ഉള്ളതുകൊണ്ടേ പഞ്ചസാര നല്ലോണം വേണ്ടി വരും. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാർ അടിച്ചിട്ട് ഞാൻ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ മുന്തിരി ജ്യൂസ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് അരിപ്പയിലേക്ക് വെച്ച് അരിച്ചെടുക്കാം. അപ്പോൾ അത് അരിച്ചിട്ട് പിന്നെയും കുറച്ചും കൂടി ഇങ്ങനെ കിടക്കുന്നുണ്ട്, അടിയാതെ കിടക്കുന്നുണ്ട്. അതൊന്നും കൂടി മിക്സിയിലിട്ടിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ശരിക്കും അടിയാത്തത് ഒന്നും കൂടി വെള്ളം ചേർത്തിട്ട് ഞാൻ അടിച്ചെടുക്കുകയാണ്. മറ്റേത് കൂടി അടിച്ചെടുത്തങ്ങാണ്ട് ഞാൻ അത് അരിപ്പിലിട്ടൊന്നും കൂടി അരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ ശരിക്കും അടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ വേസ്റ്റൊന്നുമില്ല, നല്ലപോലെ ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള മുന്തിരി ജ്യൂസ് റെഡി ആക്കണം കേട്ടോ. നല്ല തിക്കിന് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. അങ്ങനെ തിക്കിൽ കുടിക്കണ്ടെന്നുള്ള ഒഴിക്കും. അപ്പോൾ നല്ല ടേസ്റ്റിലെ മുന്തിരി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. നല്ല തിക്കായിട്ടുള്ള മുന്തിരി ജ്യൂസാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കുടിക്കാൻ. ഞാൻ എങ്ങനെയാണോ വീട്ടിലുണ്ടാക്കുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ. അല്ലാതെ അതിലേക്ക് വേറൊന്നും ചേർക്കൊന്നും ചെയ്യണില്ല. അപ്പോൾ മുന്തിരിയാണ് പുളിയുള്ള സാധനീകാരം. അപ്പോൾ മധുരം നമ്മൾ നല്ലപോലെ ചേർക്കണം, അപ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.